Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലേ എടുത്തോണ്ടിരുന്നത്. നമ്മൾ ആ ഷീറ്റ് അതിനകത്ത് ഫീച്ചേഴ്സ് ആണല്ലേ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ നമ്മൾ ലെറ്റേഴ്സ് ഇതൊക്കെ എന്താ ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, എഡിറ്റ് ചെയ്യാനായിട്ട്, ഫോർമാറ്റ് ചെയ്യാന്, ഡോക്യുമെന്റ്സുകൾ സേവ് ചെയ്യുക, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് നമ്മൾ നോക്കിയ റിപ്പോർട്ടുകൾ എഴുതാൻ, ലെറ്റേഴ്സ് എഴുതാൻ, റെസ്യൂമുകൾ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്ന് അതില്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, അതെന്തിനൊക്കെ ഡോക്യുമെന്റ്സുകള് മലയാളം ടൈപ്പിംഗ്, ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാൻ, ഡോക്യുമെന്റ്സുകൾ സേവ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കും. ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞു. റിപ്പോർട്ടുകൾ എഴുതാൻ, റൈറ്റിംഗ് ലെറ്ററുകൾ, റെസ്യൂമുകള്, ഇതൊക്കെ നമ്മൾ എഴുതാനൊക്കെ വേണ്ടിയിട്ട് പല പർപ്പസിനും ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്താ, അതിന്റെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫസ്റ്റ് എന്താ, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. എന്താ പറഞ്ഞത്, നല്ലൊരു മഴ പെയ്യണുണ്ടോ? ഓക്കെ. ഇതെന്ന് പറഞ്ഞ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് പറഞ്ഞു. എന്താ, നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ബിഗിനേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒത്തിരി വലിയ ഇതൊന്നുമില്ല, സിമ്പിൾ ആണെന്നുള്ളത് കൊണ്ട് പറയുന്ന യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, അത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ഫീച്ചർ ആണ്. രണ്ടു പേർക്കും, ബിഗിനേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് എന്താ, ടൂൾ ബാർ ഉണ്ട്, പല ടൂളുകളുണ്ട്, റിബണുകളുണ്ട്. റിബൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിന് കണ്ടില്ലേ, മൾട്ടിപ്പിൾ ടാബുകളാണ് റിബൺ എന്ന് പറഞ്ഞത്. ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ക്രീന്. നമ്മൾ എങ്ങനെയാ MS വേർഡ് എങ്ങനെയാ മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കണില്ല, സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രോഗ്രാംസ് എടുക്കുക, അതിലെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിലാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുന്നത്. സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പൊ അത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുമ്പോൾ വരുന്ന ഫസ്റ്റ് ഇതാണ്. അതില് നമ്മൾ പറഞ്ഞല്ലോ, ആ ഫയല്, ഫോം, ഇൻസേർട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു മെയിൻ മെനു, അതിനകത്ത് അല്ലെങ്കിൽ അതിന് മെനു ബാർ, അതിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന മൾട്ടിപ്പിൾ ടാബുകളാണ് റിബൺ എന്ന് പറയുന്നത്. അപ്പൊ ടൂൾസ് ആൻഡ് റിബൺ പ്രൊവൈഡ് quick entry to different formatting and editing option. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ടൂളുകളും ടൂൾ ബാറും റിബണും നമുക്ക് പെട്ടെന്ന് ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ഓപ്ഷൻസിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ, ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. അത് നമ്മൾ പറഞ്ഞായിരുന്നോ? രണ്ടാമത്തെ, യൂസേഴ്സിന് പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല, യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് ഫ്രം സ്ക്രാച്ച്. തിരുത്തുക എന്നുള്ള മീനിങ് ആട്ടോ, തിരുത്താൻ പറ്റും നമുക്ക് അതിനകത്ത്. സ്ക്രാച്ച് or chosen from a range of template provided by Word. Word provide ചെയ്യുന്ന ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മോഡലാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്കിപ്പോ ഒരു ലെറ്റർ നമുക്ക് വേർഡിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ലെറ്ററിന്റെ പല ടെംപ്ലേറ്റുകൾ അവിടെ ഉണ്ടാവും, ഫോർമാറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കാം, അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ്. ഇപ്പൊ നമുക്കൊരു റെസ്യൂം, ബയോഡേറ്റ അടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരുടെയും ബയോഡേറ്റ ഒരുപോലെ ആയിരിക്കും എഴുതിക്കുന്നത്? ഇല്ല, ബയോഡേറ്റയുടെ ടെംപ്ലേറ്റ്സുകൾ അവിടെ ഉണ്ടാവും, പല ഫോർമാറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പൊ അത് ഓൾറെഡി അവിടെ ഉണ്ടാവും, വേർഡിൽ അങ്ങനെയുള്ള ടെംപ്ലേറ്റ്സുകൾ അവിടെ ഉണ്ടാകും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ നെയിം അവിടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ സ്ഥാനത്ത് ഞാൻ ആ ചെയ്യുന്നെങ്കിൽ എന്റെ പേര് അടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ളതൊക്കെ അവിടെ ഉണ്ടാവും.
അത് പല ഈ റെസ്യൂം ബയോഡാറ്റ പല ടൈപ്പ് ഉണ്ട്. അതിലിപ്പോ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ വേഡിലെ ഡോക്യുമെന്റ്സ് പുതിയ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് നമുക്ക് പലതും തിരുത്താൻ പറ്റും. എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാം ആ ടെംപ്ലേറ്റ് വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട്. It offers a vast set of formatting tool for text, paragraph and pages, permitting users to customize the appearance of the documents. ഇനി അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, അതിനകത്ത് നമ്മൾ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ഫോർ ടൂൾസ് ഫോർ ടെക്സ്റ്റ് എഴുതാന് വേണ്ടിയിട്ടുള്ള ടൂളുകളൊക്കെ ഉണ്ട്. പാരഗ്രാഫ് ആൻഡ് പേജസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് എന്താണ് നമ്മുടെ ഡോക്യുമെന്റ് permitting users to customize the appearance of the document. അപ്പൊ നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് വേർഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ പുതിയത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി എന്താക്കാൻ പറ്റുന്നു, ആ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ്, പാരഗ്രാഫ്, പേജുകൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള ടൂളുകൾ അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എന്തെങ്കിലും രൂപഭാവം വരുത്തി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. അത് വേർഡിന്റെ ഒരു ഫീച്ചറാണ്. നമ്മൾ ഇതിനകത്ത് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. വേർഡ് നമുക്ക് തരുന്ന ഫീച്ചേഴ്സ്. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ കൊളാബറേഷൻ ആൻഡ് ഷെയറിങ്. അപ്പൊ നമുക്ക് വേർഡിൽ കൂടെ ഡോക്യുമെന്റ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഏബിൾ ടു വർക്ക് ഓൺ എ ഡോക്യുമെന്റ് അറ്റ് ദ സെയിം ടൈം ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ ഫീച്ചേഴ്സ്. ഒരു സഹകരണ ഒരു ഫീച്ചേഴ്സിനെ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം യൂസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Making multiple users able to work on a document at the same time. ഒരേ സമയത്ത് തന്നെ നമുക്ക് ഒന്നിലധികം യൂസേഴ്സിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതാണ്, ഒന്നിലധികം യൂസേഴ്സിനെ ഒരേ സമയം ഡോക്യുമെന്റിൽ പ്രവർത്തിക്കാൻ പ്രാപ്തനാക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ്. എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാം. ലീവ് കമന്റ്സുകൾ ഇടണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് ഇടാം. ആൻഡ് മെർജ് എഡിറ്റ് made by different contribution, which is the contributions-ൽ നമുക്ക് കൊടുത്ത മെയിലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെർജ് ചെയ്യാനായിട്ട്, എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അതിനകത്ത് മെർജ് ചെയ്യാന്ന് വെച്ചാൽ ലയിപ്പിക്കാനൊക്കെ പറ്റും. പിന്നെ ഡോക്യുമെന്റ്സ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ബൈ ഇമെയിൽ വഴി ഡോക്യുമെന്റ്സുകൾ ഷെയർ ചെയ്യാം. നമ്മൾ ഇമെയിൽ ഷെയർ ചെയ്യാറില്ലേ, ഇമെയിൽ വഴി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ ഇല്ലേ, ഫ്ലോപ്പി ഡ്രൈവോ ഗൂഗിൾ ഡ്രൈവ് അതൊക്കെയാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്, അല്ലെങ്കിൽ ലിങ്ക് വഴിയും നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്ന ലിങ്കിൽ കയറി നമ്മളെ ലിങ്ക് ഷെയർ ചെയ്യോ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഡോക്യുമെന്റ്സ് നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഓർ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസുകൾ വഴിയോ ഓർ ക്രിയേറ്റിംഗ് ലിങ്കിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാനും പറ്റും. അപ്പൊ മൂന്നാമത്തെ ഫീച്ചർ എന്താ, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. അടുത്ത നോക്കിയേ, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. ഫോർമാറ്റ് ചെയ്യാനായിട്ട് വേർഡ് പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫോർ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഇത് ലെറ്റേഴ്സ് ഇല്ലേ, അതിന് ആ ടെക്സ്റ്റിന് നമുക്ക് പല ഫോർമാറ്റിംഗ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോ നമുക്ക് വേണമെങ്കിൽ അതിന് ഫോണ്ടിന്റെ സ്റ്റൈല് മാറ്റാൻ പറ്റും. നമ്മൾ ഏത് ഇതിലെടുക്കണം, ഇപ്പൊ നമ്മൾ ചെരിച്ച് എഴുതണോ, ഇറ്റാലിക്സിൽ എഴുതണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ എഴുതണോ, അപ്പൊ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ പേര് ഞാൻ എഴുതുവാണ്, രമ്യ എന്ന് എഴുതി, എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് സ്റ്റൈലിൽ കൊടുത്താൽ ആ രമ്യ എന്നുള്ള വേർഡ് നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. മനസ്സിലാവില്ല നിങ്ങൾക്ക്?
ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എത്രത്തോളമൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കിപ്പോ നിങ്ങൾക്ക് ഇത് ഒന്ന് വേടൊക്കെ കയറി നോക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പ്രാക്ടിക്കലി ഇവിടെ ഒന്ന് ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ തിയറി ആയിട്ട് ഇതൊന്ന് നോക്കി പോവുക. ഇപ്പൊ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മളെക്കാളും കൂടുതൽ അറിയാൻ പറ്റും അല്ലെ. എല്ലാത്തിനും ഫോണാണെങ്കിലും അതെ, നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി കാര്യങ്ങൾ ടെക്നിക്സുകൾ അവർക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ കമ്പ്യൂട്ടർ ബേസിക് ചെറിയ ക്ലാസ് മുതൽ അവർ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ വേർഡ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് അവര് വേണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. നമുക്ക് എല്ലാവർക്കും അല്ല, കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും. ഒട്ടും അറിയില്ലാത്തവരുണ്ടാവും. നേരത്തെ പഠിച്ചവർക്കൊന്നും അത്ര നമ്മുടെ സ്കൂളുകളിൽ കമ്പ്യൂട്ടറിന്റെ ഇത് കിട്ടണമെന്നില്ല, ബേസിക് ആയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അതിനുള്ളൊരു ഫെസിലിറ്റി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. ജസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ സ്ക്രീൻ ഒന്ന് എടുക്കുക, എന്നിട്ട് അതിനകത്ത് ഏതൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് നേരെ നോക്കി ഒന്ന് മനസ്സിലാക്കാം. ഒന്നോ രണ്ടോ പേര് ലാപ്ടോപ്പ് വഴി ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരും ഉണ്ട്, കമ്പ്യൂട്ടറിൽ കൂടെ ജസ്റ്റ് കയറുന്ന ആളുകളുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും എന്താണ് ഫോണിൽ കൂടെ തന്നെയായിരിക്കും കയറുന്നത്. നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഒരു പേര് എഴുതുവാണ്, അത് എഴുതുവാണെങ്കിൽ നമുക്ക് ഫോൺ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്തിട്ട് ഫോൺ സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വേണമെങ്കിൽ എഴുതാം. നേരെ കുത്തി എഴുതണോ, ചെരിച്ച് ഇറ്റാലിക്സിലാക്കി കൊടുക്കണോ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ഫുള്ള് കൊടുക്കണോ, അല്ലെങ്കിൽ അതിന്റെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ്, പല സ്റ്റൈലുണ്ട്. നമ്മൾ പല ഇതിനകത്തൊക്കെ എഴുതണ കണ്ടിട്ടില്ലേ, നമ്മൾ വെഡിങ് കാർഡൊക്കെ വരുമ്പോ അതിനകത്തൊക്കെ കണ്ടോ പല ഇതിനകത്ത് മാരേജ് വെഡിങ് എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ പല സ്റ്റൈലിൽ എഴുതുന്നുണ്ട് ലെറ്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിന്റെ സൈസ് കൂട്ടിക്കുറയ്ക്കാം ഓപ്ഷൻ ഉണ്ട് അതില്. 1 മുതൽ 30 അത്രയൊക്കെ വരെ സൈസ് ഉണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഫോണ്ടിന്റെ സൈസ് ക്ലിക്ക് ചെയ്ത് എത്ര നമുക്ക് ഇഷ്ടമുള്ള എത്ര സൈസ് വേണം, ചെറുതാക്കി വേണോ അല്ലെങ്കിൽ അത് വലുതാക്കി കൊടുക്കണോ, അപ്പൊ അങ്ങനെയുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മളിപ്പോ നോർമൽ ഒരു ഇതിനകത്താണ് ആ ലെറ്ററിന്റെ ഇത് ഇട്ടേക്കണത്. ഇപ്പൊ നമ്മുടെ ഇത് നോക്കിയേ, ഹെഡിങ് നോക്കിയേ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് കണ്ടില്ല, അത് എത്ര വലുതാക്കിയ കൊടുത്തേക്കണം നോക്കിയേ. ഫോണ്ടിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് കളറ് നമുക്ക് ഇഷ്ടമുള്ള എഴുതാലോ, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ അവിടെ പെൻസിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മുഴുവനും ആ കളറിൽ വരാം. പിന്നെ പല എഫക്റ്റുകളും ഒക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള വേർഡ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഈ വേർഡിൽ പറയുന്നുണ്ട്. യൂസർ ക്യാൻ അപ്ലൈ ഫോർമാറ്റിംഗ് ടു പാരഗ്രാഫ്, അഡ്ജസ്റ്റ് പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാൻ, പിന്നെ ലൈനിന്റെ സ്പേസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റും. ലൈൻ സ്പേസ് നമുക്ക് ലൈൻ സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രയാന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് എഴുതണോ അല്ലെങ്കിൽ ഓരോ ലൈനും ഇത്ര അകലത്തിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ടെക്സ്റ്റ് അലൈൻമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആഡ് ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിങ്. അവിടെ ഇപ്പൊ നമ്മളിവിടെ പോയിന്റ്സുകൾ ഫീച്ചേഴ്സ് 1 2 3 നമ്പർ അല്ലേ കൊടുത്തേക്കണേ. അപ്പൊ നമുക്ക് അതിനകത്ത് ബുള്ളറ്റ് ലിസ്റ്റോ അല്ലെങ്കിൽ നമ്പറോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ ബുള്ളറ്റ് ലിസ്റ്റ് ആണ്. കുറെ സൈസുകളുണ്ട്, കുത്ത് വേണം, ഡോട്ട് ഇങ്ങനെ ഇട്ട് അങ്ങനെ ബുള്ളറ്റ് സ്റ്റൈൽ കൊടുക്കാം. സ്റ്റാറിന്റെ ഉണ്ട്, പല സൈസിലുണ്ട്. അപ്പൊ അത് ബുള്ളറ്റ് ലിസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന ഓരോ പോയിന്റ് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും തന്നെ അടുത്ത ബുള്ളറ്റ് ലിസ്റ്റ് അവിടെ വരും. അന്നേരം ആ പോയിന്റ് അടിച്ചു കൊടുക്കുക. അടുത്തത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ എൻ്റർ താഴേക്ക് ആക്കാനാണ്. അപ്പൊ അടുത്ത എൻ്റർ അടിക്കുമ്പോഴത്തേക്കും തന്നെ അടുത്ത ബുള്ളറ്റ് സ്റ്റൈൽ ഓൾറെഡി വരുന്നു കഴിഞ്ഞു. ഇനി നമ്പറാ കൊടുക്കണമെങ്കിൽ 1 നമ്പർ കൊടുത്ത് നമ്പറിംഗ് ഓപ്ഷനിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ പിന്നെ അടിക്കുന്ന ഓരോ പോയിന്റ്സും പിന്നെ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കണ്ട. 1 ഉള്ള നമ്പർ ഇട്ട് കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും 2 നമ്പർ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ അടുത്തത് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും 3 വന്നു കഴിഞ്ഞു. 1 2 3 നമ്മൾ നമ്പർ ഇടണ്ട. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ബുള്ളറ്റ് സ്റ്റൈല് നമ്പറിംഗ് ഒക്കെ ഇടാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. പിന്നെ ഇറ്റ് ഓൾസോ ഓഫേഴ്സ് മോഡേൺ ഫീച്ചേഴ്സ് സച്ച് ആസ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഹെഡ് ഉണ്ടാവും. പിന്നെ മോഡേൺ ഫീച്ചേഴ്സുകൾ ഹെഡർ ഫൂട്ടർ ഉണ്ട്. ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡർ നമ്മള് മോളിൽ കൊടുക്കണത് ഹെഡിങ് ഒക്കെ കൊടുക്കൂലേ, അതാണ് ഹെഡർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹെഡർ ഇട്ട് കൊടുക്കാം. അവിടെ മെയിൻ ഹെഡിങ് കാര്യങ്ങളൊക്കെ മോളിൽ കൊടുക്കാം. ആ ഡോക്യുമെന്റ് മുകളിലാണ് ഹെഡർ, താഴെ വരുന്നതാണ് ഫൂട്ടർ. ചില ഇതൊക്കെ പേജൊക്കെ നമ്മൾ പേജ് നമ്പർ ഒക്കെ ഇടൂല്ലേ, ചില താഴെ പേജ് നമ്പർ 1 2 3 അങ്ങനെ ഫൂട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൂട്ടറിൽ ഏതാണ് നമ്പർ ആണെങ്കിൽ അടുത്ത ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി അടുത്ത നമ്പർ അവിടെ വരും.
ഹെഡർ ഫോൾഡർ ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് സ്റ്റൈൽ ഫോർ കൺസിസ്റ്റന്റ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ്. ആ സ്റ്റൈലും ഇതൊക്കെ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്തിടാൻ പറ്റും. അപ്പൊ നല്ലൊരു ഫോർമാറ്റിംഗ് ഓപ്ഷനും വേർഡ് അതിന്റെ നല്ലൊരു ഫീച്ചറാണ്. അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. സ്പെല്ലിങ്ങുകൾ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതൂല്ലേ ഡോക്യുമെന്റ്സ്, ഇപ്പൊ ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ എന്താ നമ്മൾ കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ കേഴ്സർ കണ്ടില്ലേ, കേഴ്സർ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തുടങ്ങിയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോ ചിലപ്പോ സ്പെല്ലിങ്ങുകളൊക്കെ ഇത് വരാം. അപ്പൊ നമ്മളെ എന്താ കമ്പ്യൂട്ടർ തന്നെ നമുക്ക് കാണിച്ചു തരും. ആ സ്പെല്ലിങ് ചെക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് കാണിക്കും റെഡില്. സ്പെല്ലിംഗ് ചെക്ക് ആണെങ്കിൽ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു, റെഡ് ലൈനും കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് കാണിക്കും, റെഡ് ലൈന്. ഇനി ഗ്രാമർ മിസ്റ്റേക്കാ വന്നെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരും ബ്ലൂ ലൈനിൽ. അല്ലാതെ നേരെ കമ്പ്യൂട്ടറിന് പറയാൻ പറ്റില്ലോ റെഡ് ഓർ ഗ്രീൻ. റെഡിലാണ് കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. സ്പെല്ലിംഗ് ആ ചെക്കെങ്കിൽ അടിയിലാണ് റെഡ് ലൈൻ കാണിക്കും. അപ്പൊ നമുക്കറിയാം അത് തെറ്റാണ്, നമ്മൾ അടിച്ചേക്കുന്നത് തെറ്റാണ്. അപ്പൊ നമുക്ക് വേഗം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രാമർ ചെക്ക് ആണെങ്കിൽ ബ്ലൂയിലാണ് കാണിക്കുന്നത്. ബ്ലൂ ഗ്രാമർ മിസ്റ്റേക്ക് കാണിക്കാനാണ്. ടു മേക്ക് യൂസർ ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് എറർ. അപ്പൊ യൂസറിന് അത് അല്ലാതെ നമ്മൾ വെറുതെ അടിച്ചു പോകുമ്പോ നമ്മൾ ചിലപ്പോ തെറ്റുണ്ടെങ്കിൽ അറിയാൻ പറ്റൂല അല്ലെ. നമ്മൾ കുറെ ടൈപ്പ് ചെയ്തൊക്കെ പോകുമ്പോ അതിലേതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂല. അപ്പൊ മിസ്റ്റേക്ക് വന്ന കമ്പ്യൂട്ടർ അപ്പൊ തന്നെ നമുക്ക് പറഞ്ഞു തരും എന്താ നമ്മൾ നേരെ തെറ്റിപ്പോയി എന്ന് പറയല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ കാണിച്ചു തരും. നമുക്ക് അണ്ടർലൈൻ റെഡ് അണ്ടർലൈൻ കാണിച്ചു തരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ റെഡ് അണ്ടർലൈൻ എന്ത് മനസ്സിലാക്കണം, അവിടെ നമ്മൾ അടിച്ച സ്പെല്ലിങ് തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്ത വേർഡ്സുകൾ അവിടെ കമ്പ്യൂട്ടർ കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇഗ്നോർ ഇറ്റ്. അണ്ടർലൈൻ മിസ്സ്പെൽഡ് വേർഡ്സ് ആൻഡ് സജസ്റ്റ് കറക്ഷൻ. തെറ്റിപ്പോയ വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് നമുക്ക് സജസ്റ്റ് കറക്ഷൻ ഏതാണെന്നുള്ള സജഷൻ തരുന്നു. വിച്ച് എൻഷുവേഴ്സ് ദ ആക്യുറസി ഓഫ് ദ റിട്ടേൺ കണ്ടന്റ്. നമ്മുടെ നമ്മൾ ചെയ്തിട്ടുള്ള ആ കണ്ടന്റ് ഇല്ലേ, അതിന്റെ ആക്യുറസി കൃത്യത ഉറപ്പുവരുത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അടിച്ചു പോയി കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. മിസ്റ്റേക്ക് വരുമ്പോ തന്നെ കമ്പ്യൂട്ടർ നമ്മളോട് കാണിച്ചു തരും മിസ്റ്റേക്ക് ആണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്ത് പോകാം. ഇതെന്താണ്, നമുക്ക് നമ്മൾ എഴുതുന്ന ആ കണ്ടന്റിന്റെ ഒരു കൃത്യത ഉറപ്പുവരുത്താനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് ആറാമത്തെ, ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ്സ് എഴുതുമ്പോൾ നമുക്ക് പല ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ഷേപ്പോ സൈസോ ചാർട്ടോ ടേബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സ് into their documents like images, shape, chart and table. ഇതൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇമേജുകൾ വേണമെങ്കിൽ അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഓരോ ഈ ഒരു ഷീറ്റ് ആണെങ്കിലും നമ്മളിപ്പോ PDF നിങ്ങൾക്ക് തരുന്ന PDF, അപ്പൊ അതിനകത്ത് ഓരോ പേജിലുണ്ട്. ഇത് കണ്ടോ, ഇപ്പൊ ഈ വേർഡിന്റെ ആ ഒരു സ്ക്രീൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തേക്കാം. നമ്മൾ വെറുതെ എഴുതി പോകുക മാത്രമല്ല, അതിലേക്ക് ആവശ്യമുള്ള ഇമേജുകളും കാണിക്കുന്നുണ്ട് അല്ലെ. പല പ്രിന്റഡ് ഇതിലും നമുക്ക് പല ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഷേപ്പുകൾ അല്ലെ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഷേപ്സുകൾ കാണിക്കാം. ചാർട്ട് വരയ്ക്കാം. ചാർട്ടിന്റെ ഒക്കെ ആണെങ്കിൽ ടേബിളൊക്കെ ചിലപ്പോൾ വരയ്ക്കേണ്ടി വരും. ടേബിൾ വരയ്ക്കാം. ഇതെല്ലാം നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ആ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. Word permits resizing, positioning and formatting of these objects, make it easy to improve the visual appeal of the document. ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യണത്, എന്തിനാ ചെയ്യുന്ന, കുറച്ചും കൂടി നമുക്കൊരു അപ്പിയറൻസ് അപ്പീൽ, വിഷ്വലി നമുക്ക് കുറച്ചും കൂടി നല്ല ഇതാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്കത് മെച്ചപ്പെടുത്താൻ. ഇപ്പൊ നമ്മള് പിള്ളേർക്കിടെയൊക്കെ ടെക്സ്റ്റുകളൊക്കെ നോക്കിയേ അല്ലെ, അതില് വെറുതെ ഇങ്ങനെ നമ്മുടെ ഇതുപോലെയൊക്കെ വെറുതെ ഷീറ്റ് പോലെ എഴുതി വെച്ച് അവരത് മെനക്കെട്ടിരുന്ന് വായിക്കോ?
ഫുള്ള് റിട്ടേൺ മാത്രമാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും, അവര് കുറച്ചും കൂടി രസമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറേ എന്താ പടങ്ങളൊക്കെ ആഡ് ചെയ്തിടും. അപ്പൊ പിള്ളേർ ആ പടമൊക്കെ കണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ കാണുമ്പോൾ അതൊക്കെ നോക്കി അവരത് വായിക്കും അല്ലേ? അങ്ങനെയല്ലേ ഫ്രെയിം ഇതിനകത്തൊക്കെ അല്ലേ? പിള്ളേർക്കുടെ ടെക്സ്റ്റുകളൊക്കെ ബാലഭൂമി അതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ എഴുതണേക്കാളും കൂടുതൽ പടങ്ങളൊക്കെ ആയിരിക്കും. കളിക്കുടുക്ക ഇതിനകത്തൊക്കെ കുറെ പടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി ഇതൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിഷ്വലി നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്നു. ഇനി അടുത്തത് ഇത് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് ഈസി ടു ഇംപ്രൂവ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റിന്റെ വിഷ്വൽ അപ്പീല് മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് ടെംപ്ലേറ്റ് ആൻഡ് തീംസ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ടെംപ്ലേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പ്രീ ക്രിയേറ്റഡ് ഡോക്യുമെന്റ് ആണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നേരത്തെ മുൻകൂട്ടി വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മളൊരു മോഡൽ എന്നൊക്കെ പറയൂലേ, അത്. പ്രീ ക്രിയേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ് ടെംപ്ലേറ്റ് that already have some formatting. Pre-created documents, template. Word provide a wide range of templates and themes for various document types, including resume, biodata, resume, letter, flyers, and more. ഈ ലെറ്റർ ഫ്ലയേഴ്സ് മറ്റുള്ളത്. അപ്പൊ റെസ്യൂം, ഒരു ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കണം, ഒരു ലെറ്റർ നമുക്ക് തയ്യാറാക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ആ ടെംപ്ലേറ്റ്സ് എടുക്കാം. ഇപ്പൊ ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ ബയോഡാറ്റ ഒരുപോലെയല്ല. ഇപ്പൊ ബയോഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പല ടെംപ്ലേറ്റ്സ് വരും. അവിടെ പല ബയോഡാറ്റകൾ കാണാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുക, നമുക്ക് അതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നുള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ വേർഡിലേക്ക് എന്ത് ചെയ്യുക, അത് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യുന്നത് പേഴ്സണലി ഓരോരുത്തരുടെയും കാര്യങ്ങൾ അതിലേക്ക് ബയോഡാറ്റയിലേക്ക് ആഡ് ചെയ്യുക. ആ മോഡലാണ്, അതിന്റെ ഒരു ഇതുണ്ടാവും. ബയോഡാറ്റയുടെ മോഡൽ ഓൾറെഡി ഉണ്ടാവും. ഇപ്പൊ നെയിം, നമ്മള് ഏജ്, സെക്സ്, അഡ്രസ്, നെയിം ഓഫ് ഫാദർ, ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ പറഞ്ഞൊരു ഫോർമാറ്റില്ലേ, അത് ഓൾറെഡി അവിടെ ഉണ്ടാവും. അതാണ് resume, letters, flyers, and more. These templates offer pre-designed layout and formatting that save time and effort of user. ഈ ടെംപ്ലേറ്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് മുൻകൂട്ടി വെച്ചിട്ടുള്ള ലേഔട്ടുകളാണ്. ലേഔട്ട് ആൻഡ് ഫോർമാറ്റിംഗ് അത് നമുക്ക് എന്തുണ്ടാക്കുന്നു, സേവ് ദ ടൈം ആൻഡ് എഫേർട്ട് ഫോർ യൂസേഴ്സ്. ഉപയോഗിക്കുന്ന ആൾക്ക് ടൈം ലാഭിക്കാം അല്ലെ? ഒരു മോഡൽ അവിടെ ഉണ്ട്, ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ടെങ്കിൽ ബാക്കിത്തെ മാത്രം ആദ്യമായിട്ട് അടിച്ചു കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓരോന്ന് തന്നെ ബയോഡാറ്റ അടിച്ചു കൊടുക്കണം, പിന്നെ നെയിം അടിച്ചു കൊടുക്കണം, പിന്നെ ഫോൺ നമ്പർ, സെക്സ്, അഡ്രസ് എന്നൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം. ഇതൊക്കെ ഓൾറെഡി ഉണ്ടാവും നമ്മൾ ടെംപ്ലേറ്റ്സ് ഇത് എടുക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും ഒക്കെ ലാഭിക്കാൻ പറ്റും. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. These templates offer pre-designed layout and formatting that save the time and effort for users. These templates offer pre-designed layout and formatting that save the time and effort for users. ഇതിപ്പോ നമ്മൾ ആ സ്ക്രീൻ ഒന്ന് പറഞ്ഞതല്ലേ, ഓർക്കുന്നില്ലേ? സ്ക്രീന് ഏറ്റവും മുകളിൽ ഡോക്യുമെന്റ് എന്നുണ്ട്, അവിടെയാണ് നമ്മൾ ഫയലിന്റെ പേര് കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വേർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്തിടാം. ഇപ്പൊ നമ്മൾ തുറക്കുമ്പോൾ ഡോക്യുമെന്റ് 1ന്റെ അടുത്ത് നമ്മൾ ഏതാണോ സേവ് ചെയ്തേക്കുന്ന ഫയൽ നെയിം അതായിരിക്കും മുകളിൽ കിടക്കുന്നത്. പിന്നെ തൊട്ടുപ്പുറത്തുള്ളത് ഏതായിരുന്നു പറഞ്ഞേ? തൊട്ടുപ്പുറമുള്ളത് ഏതാ? ഡോക്യുമെന്റിന്റെ തൊട്ടുപ്പുറമുള്ളത് ഏതാ? എന്ത് ടൂൾ ബാർ? ക്വിക്ക് അസസ് ടൂൾ ബാർ. പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ക്വിക്ക് അസസ് ടൂൾ ബാർ. അതിന്റെ തൊട്ട് താഴെയുള്ള ഏതാ? ഫയൽ, ഹോം, ഇൻസേർട്ടഡ്, പേജ് ലേഔട്ട് ഒക്കെ വരുന്നത് ബാർ ഏതാ? ഏത് ബാർ അത്? ഓക്കെ, വെരി ഗുഡ്, മെനു ബാർ. അതിന്റെ താഴെ എന്താ ഉള്ളേ? കുറെ മൾട്ടിപ്പിൾ ടാബുകൾ ഉള്ളതിന് എന്തെന്നാ നമ്മൾ പറഞ്ഞേ? റിബൺ. ഇതാണ് റിബൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തുണ്ട് അവിടെ? റൂളർ ഉണ്ട് അല്ലെ?
അത് ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കൽ റൂളർ ഉണ്ട്. റൂളർ നമുക്ക് എഴുതുന്നതിന്റെ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഡോക്യുമെന്റ് ഏരിയ എന്ന് പറഞ്ഞു. അതിലൊരു വര ഉണ്ടോ, അതിനെന്തെന്ന് പറയുന്നേ, കേഴ്സർ. കേഴ്സർ നമുക്ക് മൗസിന്റെ സഹായത്തോടു കൂടി കേഴ്സർ നമുക്ക് എവിടെയാ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ കേഴ്സർ അവിടെ ഇരിക്കും. അപ്പൊ അവിടെ മുതലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നത്. പിന്നെ എന്താ ഉള്ളതെന്ന് നോക്കിയാൽ അവിടെ താഴെ സ്ക്രോൾ ബാർ ഉണ്ട്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ, സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് എന്തുണ്ട്, പേജ് 1 of 1 പേജ് 1 of 2 എന്നൊക്കെ പറഞ്ഞ ആ പേജ് വേർഡ് ഒക്കെ കാണിക്കുന്നത് എന്താ, സ്റ്റാറ്റസ് ബാർ. ഓക്കെ, വെരി ഗുഡ്. ഏറ്റവും താഴെയുള്ള സ്റ്റാറ്റസ് ബാർ. പിന്നെ അവിടെ വ്യൂ ബട്ടൺ ഉണ്ട്. പിന്നെ എന്താ, സൂം സ്ലൈഡർ ഉണ്ട്, സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ സൂം സ്ലൈഡർ. ഇതാണ് ആ വേർഡിന്റെ സ്ക്രീൻ. ആരെങ്കിലും നോക്കിയായിരുന്നോ വേർഡ് ഒന്നെടുത്ത്? ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലെ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. ഫോണിലാണെങ്കിലും ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഫോണിലും കിട്ടും. ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഫോണില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ സ്ക്രീനും അതിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ നമുക്ക് ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കാം, പ്രാക്ടിക്കൽ നോക്കാം. നമുക്ക് ഈ MS വേർഡിന്റെ ബേസിക് എന്ന് പറഞ്ഞ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മെനൂസും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ആ പ്രാക്ടിക്കൽ സെക്ഷനുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ ഉള്ളതെന്നും അതിന്റെ ഫീച്ചറും പിന്നെ അത് ഹോസ്പിറ്റലിൽ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് സമയം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വേർഡ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് നിങ്ങൾക്ക് പഠിക്കാം. അതിപ്പോ എന്തായാലും നമുക്കിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചെറിയൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും കമ്പ്യൂട്ടർ ആയിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പഠിക്കാൻ ആർക്കുടെ സഹായമൊന്നും വേണ്ട, നമുക്ക് എല്ലാം ഗൂഗിളിലുണ്ട്. പിള്ളേരൊക്കെ അങ്ങനെയല്ല ഇപ്പൊ, അല്ലേ? അവർക്ക് ആ ഫോൺ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി, ആ ഫോൺ നോക്കി അവര് തന്നെ സെർച്ച് ചെയ്ത്. ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലേ? യെസ്, വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ അധികം ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ട. അപ്പൊ അവർക്ക് ഹോംവർക്കുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവർ തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ അവർക്ക് എന്താ ഇല്ലാത്ത ഗൂഗിളിൽ എല്ലാരും കിട്ടും അല്ലെ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കിട്ടും നമുക്ക്. അത് അവര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ പ്രൊജക്ട് ഒക്കെ അസൈൻമെന്റ് ഒക്കെ തരുമ്പോ എവിടെ നിന്നാ എഴുതുന്നത്? നേരത്തെ നമ്മൾ എത്ര ബുക്കുകൾ റെഫർ ചെയ്യണമായിരുന്നു അല്ലെ? ഓരോ വേർഡ് മീനിങ് വായിക്കണമെങ്കിൽ നമ്മൾ വലിയ ഡിക്ഷണറി ഒക്കെ എടുത്തോണ്ടല്ലോ ഒരു വേർഡിന്റെ മീനിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ നോക്കണമെങ്കിൽ. ഇപ്പൊ അതൊന്നും വേണ്ട, ജസ്റ്റ് ആ വേർഡ് കൊടുക്കുക, മീനിങ് കൊടുക്കുക, അപ്പൊ തന്നെ അതിന്റെ മീനിങ് വന്നു. ഒരുപാട് യൂസ്ഫുൾ ആണ് നമുക്ക് ഫോൺ എന്ന് പറയുന്നത്. അതുപോലെ സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാലോ. അപ്പൊ നമ്മളത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ പഠിക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് ഈ വേർഡൊക്കെ എടുത്ത് ഫോണിൽ ഗൂഗിളിൽ കൊടുത്താൽ മതി. മൈക്രോസോഫ്റ്റ് വേർഡ് ബേസിക് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നമുക്ക് എന്തായാലും നമുക്ക് എവിടെ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് കയറിയാലും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടും. കമ്പ്യൂട്ടർ അറിയില്ല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ടർ ഇപ്പൊ 3 നമ്മൾ പറഞ്ഞത്, MS വേർഡ്, പവർ പോയിന്റ്, എക്സൽ, അങ്ങനെ 3 ഇതിനകത്ത് വരുന്നത്. അപ്പൊ വേർഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അത് എവിടെയാ അപ്ലൈ ചെയ്യണേ, ഹോസ്പിറ്റലിലെ വേർഡ് എന്തിനൊക്കെയാ, ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് വേർഡ് ഉപയോഗിക്കണേ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട്. ഇനി നോക്കി, ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വേർഡ് എവിടേക്ക് ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് റെക്കോർഡ്. Microsoft Word permits healthcare professional to keep electronic patient record. Patient record keep ചെയ്യാനായിട്ട്. These records consist of electronic patient record consist of എന്തൊക്കെയാ? Patient demographic, പേഷ്യന്റിന്റെ ജനസംഖ്യാശാസ്ത്രം, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്? ടെസ്റ്റ് റിസൾട്ടുകൾ, ഡയഗ്നോസിസ്, രോഗം എന്ത് ഡിസീസ് ആണെന്നുള്ള ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തൊക്കെ, ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്, അവരുടെ പ്രോഗ്രസ്, ഇതെല്ലാം എന്തിനകത്ത് അവൈലബിൾ ആയിരിക്കും? നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് കയറ്റിയിടാം. പേഷ്യന്റ് റെക്കോർഡ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ, നമ്മുടെ MRD നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി.
അത് പറയുക കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഡീറ്റെയിൽ ഫുള്ള് വേണം. നേരത്തെ ഒക്കെ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ ചീട്ട് എടുക്കാൻ പോകണം അല്ലെ, നമ്മുടെ ചീട്ടുകളായിരിക്കും ഓരോ ഇത്. ഇപ്പൊ ആ ട്രാക്കൊന്നും വേണ്ട ഹോസ്പിറ്റലില്, കമ്പ്യൂട്ടർ വന്നോടുകൂടി. അല്ലെങ്കിൽ നമ്മുടെ നമ്പർ പറയുമ്പോ ഫയൽ എടുക്കാൻ പോകണം, പിന്നെ ഫയലിൽ ഒരു 8 ഫയൽ ഉണ്ടാവും, അതെടുത്ത് ഡോക്ടറിന്റെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കണം, പിന്നെ ഡോക്ടർ ആദ്യം മുതലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊന്നും വേണ്ട, നമ്മൾ നേരെ ചെല്ലുക, നമ്മുടെ MRD ഇത് അടിച്ചു കൊടുക്കുക, നമ്മുടെ ഡീറ്റെയിൽ ഫുള്ള് വരും, അത് നേരെ ഡോക്ടറിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ നമ്പർ കൊടുക്കുമ്പോൾ ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ നേരെ നമുക്ക് മെഡിസിൻസ് ആണെങ്കിലും അങ്ങനെയല്ലേ, നമ്മുടെ കയ്യിൽ ചീട്ടൊന്നും എഴുതി തന്നില്ല, നേരെ എന്ത് ചെയ്യുക, സിസ്റ്റത്തിലേക്ക് തന്നെയാണ് അത് അവര് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യണേ. അത് നേരെ ഫാർമസിയിലേക്ക് വരും, നമ്മൾ അവിടെ ചെന്നാൽ മതി, നമുക്ക് നമ്മളെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്ന് നമുക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റും അല്ലെ, അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ എന്താ ഇതൊക്കെ പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻ, പ്രോഗ്രസ് നോട്ട്സ്, ഇതെല്ലാം നമുക്ക് ഇതില് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. Then next, word formatting option enable the organization and the customization of patient information for easy reference and retrieval. ഇത് നമുക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാനായിട്ട്, റിട്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട്, റെഫറൻസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ചീട്ടൊന്നും എടുക്കാനോ ഇതിനൊന്നും പോകണ്ട, നമുക്ക് നേരെ സിസ്റ്റത്തിൽ ഈസി ആയിട്ട് റെഫർ ചെയ്യാം, റിട്രൈവ് ചെയ്യാനൊക്കെ പറ്റും. അടുത്തത് നോക്കിയേ, മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Medical reports and letters. Physician and other health providers can use Word to create medical report, referral letters, discharge summary, and other clinical correspondence. Medical report and letters. Medical report എഴുതാൻ നമുക്ക് ഇതിനകത്ത് ചെയ്യാം, വേർഡ് ഉപയോഗിക്കാം. വേർഡ് ഉപയോഗിച്ചിട്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ ചെയ്യാൻ പറ്റും. അതായത് മെഡിക്കൽ റിപ്പോർട്ട്, റെഫറൽ ലെറ്റേഴ്സ്, റെഫറൽ ലെറ്ററുകള്, ഡിസ്ചാർജ് സമ്മറി. നമ്മൾ ഡിസ്ചാർജ് ചെയ്തപ്പോ ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് ആയി പോരുമ്പോ ഒരു ഇത് തരൂലേ, ഡിസ്ചാർജ് സമ്മറി തരൂലേ, ഡിസ്ചാർജ് സമ്മറി. നമുക്ക് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലൊക്കെ ആ ഡിസ്ചാർജ് സമ്മറി കൊണ്ട് ചെല്ലണം. അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇതുവരെയുള്ള ഇത് നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കും. ആ ഡിസ്ചാർജ് സമ്മറി, മറ്റുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എഴുതാനായിട്ട്, സ്കാനിങ്ങിന്റെ റിസൾട്ട്, ഓക്കെ, ഇതൊക്കെ നമുക്ക് ഏതാണ് ഈ വേർഡിൽ ചെയ്യാൻ പറ്റും, MS വേർഡിൽ ചെയ്യാം. രണ്ടാമത്തെ എന്താ ഇതിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ലെറ്റേഴ്സ്. മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ലെറ്റേഴ്സ്. ഫസ്റ്റ് എന്താ, പേഷ്യന്റ് റെക്കോർഡ്. ഇനി അടുത്തത് ഉപയോഗിക്കുന്നത് MS വേർഡ് SOP-ലാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മൾ പഠിച്ചതാണ് SOP എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. പെർഫോമിംഗ് എ സ്പെസിഫിക് ടാസ്ക് ഇൻ ടു മെഡിക്കൽ സെറ്റിംഗ്സ്. മെഡിക്കൽ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്പെസിഫിക് ടാസ്കുകളും ഇൻസ്ട്രക്ഷൻ ആണ്. അതിന്റെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആണ് SOP എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. വേർഡ് ഈസ് useful for generating and updating SOP within hospital. ഹോസ്പിറ്റലിനുള്ളിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സൂക്ഷിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും വേർഡ് ഉപയോഗിക്കുന്നു. Word is useful for generating and updating SOPs with the hospital. ഹോസ്പിറ്റലിനുള്ളിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സൃഷ്ടിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. These documents frame set up by set of instruction for various procedure like infection control protocols, then medication administration directives, and the emergency response procedure. Okay, infection control protocol, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശങ്ങള്, അടിയന്തരമായിട്ടുള്ള പ്രതികരണ നടപടികള്, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ, അടിയന്തരമായിട്ടുള്ള നടപടിക്രമങ്ങള്, ഇതൊക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് ഈ വേർഡ് ഉപയോഗിക്കുന്നു. അപ്പൊ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നത് SOP-ക്കാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കി വെച്ചാൽ മതി കേട്ടോ. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ.
ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇപ്പൊ സ്റ്റാഫിനൊക്കെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ MS Word വഴി തന്നെ ചെയ്യാൻ പറ്റും. അതാണ് Word can be used to expand educational material for patient like brochures, handouts, and informational leaflets. Healthcare professional can generate visually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures, and lifestyle changes. അപ്പൊ നോക്കിയേ, ഈ വേർഡ് നമുക്ക് പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ബ്രോഷറുകള് നമുക്ക് ഓരോന്നും മേടിക്കുമ്പോൾ അതിന്റെ ബ്രോഷേഴ്സും ഉണ്ടാവും അല്ലെ? ബ്രോഷേഴ്സ്, ഹാൻഡ് ഔട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റ്സ്, ഇതൊക്കെ അങ്ങനെ നമുക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ പേഷ്യൻസിന് വേണ്ടി ഉള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വിവിധ മെഡിക്കൽ അവസ്ഥകള്, പ്രൊഫഷണലുകൾ, നടപടിക്രമങ്ങള്, ചികിത്സാ ഓപ്ഷനുകള്, ഏതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്, അത് പ്രതിരോധ നടപടികള്, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയെ കുറിച്ച് പേഷ്യൻസിനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഈ ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് നമുക്ക് ഈ വേർഡ് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാ? വിഷ്വലി നമുക്ക് വിഷ്വലായിട്ട് നമുക്ക് എന്താ പറയാ, ഒരു നല്ലൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള രേഖകള് സൃഷ്ടിക്കാനും അതിൽ കൂടെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻസിന്. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആയിട്ടും മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിനൊക്കെ നമുക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഹെൽത്ത് പ്രൊഫഷണൽസിന് നമുക്ക് ഈ ടീച്ച് ചെയ്യാനായിട്ട്, പേഷ്യൻസിനെ ടീച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആയിട്ടും ഈ വേർഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അടുത്ത അഞ്ചാമത്തെ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ. Words back up the creation of research papers, case studies, and scientific articles. Research paper, case study ക്ക് വേണ്ടിയിട്ട് scientific article എന്നിവയുടെ സൃഷ്ടിനെ word ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. ബാക്കപ്പ്, word backup to backup the creation of research papers, case studies, and scientific articles. ഇനി അടുത്തത് ലാസ്റ്റത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. Hospital create a wide range of administrative documents that includes memo തയ്യാറാക്കാൻ, മീറ്റിംഗ് മിനിറ്റ്സ് എഴുതൂടെ നമ്മള്, മീറ്റിംഗ് മിനിറ്റ്സ്, പോളിസി ആൻഡ് ബഡ്ജറ്റ് റിപ്പോർട്ട്, ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. വേർഡ് hospital can create a wide range of administrative documents that include memos, meeting minutes, policies, and budget reports. ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ വിപുലമായിട്ടുള്ള ഒരു നമുക്ക് എന്താ ഡോക്യുമെന്റ്സുകൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ആപ്ലിക്കബിലിറ്റി എവിടെയൊക്കെ വേർഡ് യൂസ് ചെയ്യാമെന്ന് ചോദിക്കാം കേട്ടോ. 6 ഒന്ന് മനസ്സിലാക്കി വെക്കുക. പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേർഡിൽ നമുക്ക് പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാം. മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ലെറ്റേഴ്സ് തയ്യാറാക്കാനായിട്ട് SOPക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് തയ്യാറാക്കാൻ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആയിട്ട് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്, ഇതെല്ലാം എല്ലാവർക്കും വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പവർ പോയിന്റ് കണ്ടിട്ടുണ്ടോ? പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത ഗൈഡൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ മേടിച്ചിട്ടുണ്ടോ? ഗൈഡ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഗൈഡ് ഇല്ലേ, അതിന്റെ ഫ്രണ്ട് ഷീറ്റ് കണ്ടോ? ഏതിൽ ചെയ്തേക്കണേ? പവർ പോയിന്റിൽ ചെയ്തേക്കണയാ. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ ഒരു സ്ലൈഡാണ് അത്. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലൊക്കെ പവർ പോയിന്റ്? യെസ്, നിവ്യ പവർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നിവ്യ പവർ പോയിന്റിൽ ചെയ്തേ? ബിനോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ ചെയ്ത? പ്രൊജക്ട്. ഓക്കെ, പ്രൊജക്ട് ചെയ്യാനായിട്ട് എങ്ങനെയാ? സ്ലൈഡ് ഷോസ്. ഓക്കെ,
കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ നമ്മൾ നോക്കിയേ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തിട്ടത് വേർഡ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഇന്നിപ്പോ അണ്ടർലൈൻ ചെയ്തില്ലേ, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. വേർഡ് എന്തായിരുന്നു? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ എന്താ? യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്താണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ കുറച്ചും കൂടി നല്ല കളർഫുൾ ഒക്കെ ആയിട്ട് നല്ല സ്ലൈഡ്, അവിടെ കുറെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് ഏതാണോ ഇപ്പൊ പ്രൊജക്ട് ഒക്കെ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഷീറ്റും ഇതൊക്കെ നമുക്ക് ആ ഫ്രണ്ട് ഷീറ്റ് ഫുള്ളാണെങ്കിലും നമുക്ക് ഏത് ഫോർമാറ്റാ വേണ്ടേ, ഏത് സ്ലൈഡാ വേണ്ടത്, അവിടെ ടെംപ്ലേറ്റ്സ് പോലെ അതുണ്ടാവും. അതിന്റെ ആ മോഡൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഏത് സ്ലൈഡ് നമുക്ക് ചൂസ് ചെയ്യണമെന്നത്. സ്ലൈഡ് 1, സ്ലൈഡ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ലൈഡുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കണ്ടന്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗൈഡിന്റെ ഫ്രണ്ട് കണ്ടില്ലേ നിങ്ങൾ, പല രീതിയിലൊക്കെ ചെയ്തേക്കുന്നത്. അത് ഒരു പവർ പോയിന്റിൽ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. സെമിനാർ. ഓക്കെ, ശരിയാണ്. സെമിനാറുകളൊക്കെ നമ്മൾ പവർ പോയിന്റ് ചെയ്യും. നല്ല കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് അല്ലെ, നല്ല കളർഫുൾ ആണ്, നല്ല കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും. യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. Microsoft PowerPoint is broadly used presentation software. Presentation software ആണ് developed by Microsoft. Microsoft വികസിപ്പിച്ചെടുത്ത ഒരു presentation software ആണ് Microsoft PowerPoint. It permits users to generate, edit and deliver dynamic and visually engaging presentation. ഇത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? It permits users to generate, edit and dynamic and visually engaging programs. അപ്പൊ നമ്മൾ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണല്ലേ, കുറച്ചും കൂടി കളർഫുൾ ആണ്. നമുക്കത് യൂസേഴ്സിന് നമുക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനേ, പ്രസന്റേഷൻ ഇപ്പൊ ഓഫീസുകളിലൊക്കെ ആണെങ്കിലും നമ്മളെ പ്രൊജക്ടുകൾ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് നമുക്ക് പ്രസന്റേഷൻ ചെയ്യാനാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. Here are some main features, benefits of MS PowerPoint. ആഡിങ് പിക്ചേഴ്സ് ആഡ് ചെയ്യാം, വീഡിയോസ് അതിലേക്ക് ആഡ് ചെയ്യാം. അതാണ് കുറച്ചും കൂടി ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിക്ചേഴ്സ് ആഡ് ചെയ്യാം, വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യുക. നോക്കി അതിനകത്ത് നമ്മൾ ഓരോ മെച്ചത്തിൽ നമ്മൾ വേർഡിൽ പേജ് ഒക്കെ അല്ലായിരുന്നോ, ഒന്നാമത്തെ പേജ്, രണ്ടാമത്തെ പേജ്, അങ്ങനെയായിരുന്നു. ഇതിൽ സ്ലൈഡ് എന്നാ പറയുന്നത്. ഓരോ സ്ലൈഡുകളാണ് അതിനകത്ത്. സ്ലൈഡ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ലേഔട്ട്, then multimedia integration. Okay, അടുത്തത് സ്ലൈഡ് ക്രിയേഷൻ. PowerPoint extends a user-friendly interface for generating slides. ഇതും എങ്ങനെയാണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഇതാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂസേഴ്സിന് നമുക്ക് യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റുകൾ അതിലേക്ക് ആഡ് ചെയ്യാം. ആ സ്ലൈഡ് അവിടെ ഉണ്ടാവും. അപ്പൊ ഏതാണ് സ്ലൈഡ് എന്ന് വെച്ചാൽ നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് ഇടാം. എന്നിട്ട് അതിൽ നമുക്ക് ടെക്സ്റ്റ്, നമുക്ക് എന്താ നമ്മുടെ കണ്ടന്റ്, ലെറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, ഇമേജുകൾ ആഡ് ചെയ്യാം, പല ഷേപ്പുകൾ ആഡ് ചെയ്തിടാം, ചാർട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മൾട്ടിമീഡിയ എലമെന്റ്സ് സ്ലൈഡ് which enable them to carry information in an effective manner. കണ്ടോ, അതെന്തിനാ കുറച്ചും കൂടി ഒരു ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഈ ഇൻഫർമേഷൻ നടപ്പിലാക്കുന്നത്, ക്യാരി ഔട്ട് ചെയ്യാനാണ്. ക്യാരി ഇൻഫർമേഷൻ ഈസ് ആൻ എഫക്റ്റീവ് മാനർ. ഒരു ഫലപ്രദമായ രീതിയിൽ ഇൻഫർമേഷൻ ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സ്ലൈഡ്. അതിനുവേണ്ടി സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. സ്ലൈഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ഒരു ഫീച്ചറാണ്.
അപ്പൊ അതിനകത്ത് നമ്മൾ ഇവരൊക്കെ പറഞ്ഞല്ലോ ടെക്സ്റ്റ്, മേജർ, ഷേപ്പ്, ചാർട്ട് ഇതെല്ലാം അതിലേക്ക് ആഡ്, വീഡിയോസ് ഒക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പൊ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ പ്രസന്റ് ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ പ്രോജക്റ്റ് ഇത് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ വലിയ വലിയ സെമിനാറുകളും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സ്ലൈഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്ലൈഡ് ബേസ് ആണ് അത് നോക്കാം. ഇതും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ പവർ പോയിന്റ് കൊടുക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് ആ സ്ലൈഡുകളൊക്കെ കാണാൻ പറ്റും, ഓരോ സ്ലൈഡുകൾ കാണാം. പിന്നെ അടുത്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. സ്ലൈഡ് ഫോർമാറ്റിംഗ്. PowerPoint offers a wide reach of formatting option to customize the appearance of slides. Users can apply theme. നമുക്ക് എന്തെങ്കിലും തീമുകൾ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. Alter font, ഫോണ്ടുകൾ മാറ്റാം. Color and background, ഫോണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. And use transition and animation to improve visual appeal and engage the audience. നമുക്ക് ഇതിനകത്ത് പല ഇതെടുത്ത് പറഞ്ഞു. യൂസേഴ്സിന് എന്തെങ്കിലും തീം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. കളേഴ്സ്, ഫോണ്ട്, ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കൊടുക്കാം. വിഷ്വൽ അപ്പീല് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും ഓഡിയൻസിന്റെ ഒക്കെ. അപ്പൊ നമുക്ക് വിഷ്വലി ഒക്കെ വരുമ്പോ നമ്മള് എന്താ കുറച്ചും കൂടിയും അതിനകത്തൊരു ശ്രദ്ധ കിട്ടും അല്ലെ. വിഷ്വലി നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണേ ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോസും കൂടിയൊക്കെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് കാണിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി നമുക്ക് എന്താ അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഓഡിയൻസിന്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ട്രാൻസിഷനും ആനിമേഷനും ഒക്കെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കും. സ്ലൈഡ് ഫോർമാറ്റിംഗ്. പിന്നെ അടുത്താണ് സ്ലൈഡ് ലേഔട്ട് എന്ന് പറയുന്നത്. PowerPoint provides slide layout designed previously, making it easy to generate consistent and professional looking presentation. And also slide layout. അതിനകത്ത് നമ്മളിപ്പോ സ്ലൈഡ് എടുക്കില്ല, അതിന്റെ ആ ഇടതുവശത്ത് ഉണ്ടാവും കുറെ സ്ലൈഡുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് നോക്കിയിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള സ്ലൈഡ് ഏതാന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ വേർഡിലെ ടെംപ്ലേറ്റ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് സ്ലൈഡ് ലേഔട്ട്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് ഏത് സ്ലൈഡാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുത്ത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് സ്ലൈഡ് ലേഔട്ട്. PowerPoint നമുക്ക് അത് നേരത്തെ ടെംപ്ലേറ്റ്സ് പോലെ തന്നെയാണ്, നേരത്തെ അവിടെ വെച്ചേക്കുന്നതാണ് സ്ലൈഡ് എന്ന് പറയുന്നത്, ഇടുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി എന്താണ് ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് പ്രസന്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്രൊഫഷണൽ ലുക്കിംഗ് പ്രസന്റേഷൻ സ്ലൈഡ് ലേഔട്ട് കൊടുക്കും. Users can select from a variety of layouts for little slide. പലതരത്തിലുള്ള ലേഔട്ടുകൾ ഉണ്ടായിരുന്നു. Users can select from a variety of layout for little slide. ചെറിയ ചെറിയ സ്ലൈഡുകൾ, കണ്ടന്റ് വരുന്ന സ്ലൈഡ്, കമ്പാരിസൺ സ്ലൈഡ്. കമ്പാരിസൺ വെച്ച് രണ്ട് ഇതായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കമ്പാരിസൺ സ്ലൈഡ് ആൻഡ് മോർ. ഇതെന്തിന് സഹായിക്കുന്നു? സേവിങ് ടൈം ആൻഡ് എഫേർട്ട് ഇൻ സ്ലൈഡ് ഡിസൈൻ. അപ്പൊ നമ്മൾ സ്ലൈഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടും ഒക്കെ കുറെ സേവ് ചെയ്യാനായിട്ട് ഈ സ്ലൈഡ് ലേഔട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യും. Slide layout help to save the time and effort in slide design. Slide ഡിസൈനിലുള്ള നമുക്ക് അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന സമയവും എഫേർട്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ലാസ്റ്റത്തെയാണ്, നാലാമത്തെ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. PowerPoint permit the insertion of multimedia elements like image, video, audio and video files. നമ്മൾ പറഞ്ഞില്ലേ ഇമേജുകൾ ഉണ്ട്, ഓഡിയോ ഉണ്ട്, വീഡിയോ ഫയൽസുകളൊക്കെ ഇതിനകത്ത് തുടങ്ങിയ മൾട്ടിമീഡിയ പ്രയോജനപ്പെടുത്താൻ PowerPoint അനുവദിക്കുന്നു. ഇതെല്ലാം അതിനകത്ത് കിട്ടും. Permits the insertion of multimedia elements like image, audio and video files, etc. This makes the users able to incorporate visual and authority aids into their presentation, making them more interactive and engaging. ഇത് നമുക്ക് ആ യൂസേഴ്സിന് അവരുടെ അവതരണത്തിൽ കുറച്ചുകൂടി വിഷ്വലുകൾ, അതോറിറ്റി എയ്ഡ്സ് ഉൾപ്പെടുത്താനും വിഷ്വലുകളൊക്കെ ഉൾപ്പെടുത്താനും കൂടുതൽ ഇന്ററാക്റ്റീവും കൂടുതൽ എൻഗേജിങ് മനോഹരമാക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ആ ഒരു അവതരണം കുറച്ചുകൂടിയൊക്കെ എന്താ
കുറച്ചും കൂടി ഒരു ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്, മനോഹരമാക്കാനും ഇന്ററാക്റ്റീവ് ആക്കാനൊക്കെ പറ്റുന്നുള്ളത്. മൾട്ടിമീഡിയ അല്ല, അപ്പൊ ഇമേജ് മാത്രമല്ല, ഇമേജിന്റെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഫയൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒന്നിലധികം ഉള്ള മൾട്ടിമീഡിയ ഇന്റഗ്രേഷനും ഈ പവർ പോയിന്റിന്റെ ഫീച്ചർ. 4 ഫീച്ചറാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് 4 ഫീച്ചേഴ്സ് പറഞ്ഞത്. സ്ലൈഡ് ക്രിയേഷൻ ഉണ്ട്, സ്ലൈഡ് ഫോർമാറ്റ് ചെയ്യാം, സ്ലൈഡ് ലേഔട്ട് ഉണ്ട്, ലാസ്റ്റത്തെ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മളിപ്പോ ഇങ്ങനെ വായിച്ച് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഫോണിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. പവർ പോയിന്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. MS പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് സ്ലൈഡൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. നിങ്ങൾ സമയം പോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അവിടെ അതിനകത്തൊന്ന് നോക്കി വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉള്ളൂ. Overall, Microsoft PowerPoint provide a firmer ground for generating visually appealing and impactful presentation. അപ്പൊ മൊത്തത്തിൽ എന്താ നമ്മൾ ഈ പവർ പോയിന്റ് നമ്മളെ എക്സലിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വേർഡിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ, നല്ലൊരു ദൃശ്യപരമായിട്ടുള്ളൊരു ആകർഷിക്കാനും ഫലപ്രദമായിട്ടുള്ള ഒരു അവതരണങ്ങൾ സൃഷ്ടിക്കാനും പറ്റും. അതിനകത്ത് അതിന്റെ ഒരു അടിസ്ഥാനം പവർ പോയിന്റ് നൽകുന്നുണ്ട്. ഓവറോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ് എ പവർഫുൾ ഗ്രൗണ്ട്, ഒരു ശക്തമായ ഒരു അടിസ്ഥാനം, ഒരു ഗ്രൗണ്ട് നൽകുന്നു ഫോർ ജനറേറ്റിംഗ് വിഷ്വലി അപ്പീലിംഗ് ആൻഡ് ഇമ്പാക്ട്ഫുൾ പ്രസന്റേഷൻ. നല്ലൊരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ദൃശ്യപരമായിട്ട് ആകർഷിക്കാനും ഫലപ്രദമായിട്ടുള്ള അവതരണങ്ങൾ സൃഷ്ടിക്കാനും പറ്റും. അതിന്റെ ഇത് നോക്കിയാൽ പിന്നെ അടുത്ത് എന്താ, യൂസർ ഫ്രണ്ട്ലി. ഇറ്റ്സ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. നമ്മൾ പറഞ്ഞു യൂസർ ഫ്രണ്ട്ലി ആണ്. ഫോർമാറ്റിംഗ് ഓപ്ഷൻ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ആൻഡ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് മേക്ക് ഇറ്റ് പോപ്പുലർ selection for professionals or educators and individuals who look to communicate information in an effective manner. എന്താ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള സവിശേഷതകൾ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചത് അല്ലെ. ഫോർമാറ്റിംഗ്, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ഉണ്ട്, ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ, കൊളാബറേഷൻ ഫീച്ചേഴ്സ്. ഇതെല്ലാം എന്താണ്, പ്രൊഫഷണലുകൾക്കും ഒരു എഡ്യൂക്കേറ്റേഴ്സ്, അധ്യാപകർക്കും ഒക്കെ നമുക്ക് ഒരു നല്ലൊരു പ്രസന്റേഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഒക്കെ ഒരു നല്ലൊരു ജനപ്രിയ തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അതായത് അവർക്ക് കുറച്ചും കൂടി പ്രൊഫഷണലുകൾക്ക്, എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ നമുക്ക് നല്ലൊരു ഫലപ്രദമായ രീതിയിൽ അവർക്കുടെ ആശയങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നു. ഇത്രയാണ് അതിനകത്ത് ആ ഒരു ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി നമ്മൾ എവിടേക്കാണ് ഈ പവർ പോയിന്റ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇത് ഇപ്പൊ കുറച്ചും കൂടി ഉള്ളൂ. ഇത് ആദ്യത്തെ ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെയൊക്കെ. പേഡ് എക്സൽ, പവർ പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ജനറൽ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെയാണ്. അതൊക്കെ ഒന്നുമില്ല. ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അതൊക്കെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്, വെബ്സൈറ്റ് ഒക്കെ വെബ് ബ്രൗസേഴ്സ്. അത് രണ്ടും കൂടി കഴിഞ്ഞ ചാപ്റ്റർ കഴിച്ചു. നമുക്ക് അടുത്ത ആഴ്ച ഇനിയിപ്പോ 3 ക്ലാസ് കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് തീർക്കാം. എന്നിട്ടിപ്പോ നമുക്ക് ക്ലാസ് വേഗം തീരുന്നതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയിട്ട് ഞാൻ ആദ്യം മുതലുള്ളത് ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടോ. അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ഇമ്പോർട്ടന്റ് സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ആദ്യം മുതലുള്ളത് ഈ ഒരു ഇതിനകത്ത് ചെയ്തു തരണേ. മറ്റതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോ തന്നെ ഓൾറെഡി നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. 3rd, 4th മൊഡ്യൂളിലൊക്കെ ഇത് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും അടുത്ത 1-2 ക്ലാസ് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കാതെ അധികം വലിയതൊന്നും ലാസ്റ്റ് ഒക്കെ എളുപ്പ. ഇതിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തിപ്പോ ആപ്ലിക്കേഷൻ ഇൻ ഹോസ്പിറ്റലിൽ എവിടേക്കാണ് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പിന്നെ ക്ലിനിക്കൽ പ്രസന്റേഷൻ, പ്രസന്റ് ചെയ്യാൻ ചികിത്സാപരമായിട്ടുള്ള ഒരു അവതരണത്തിന് ക്ലിനിക്കൽ പ്രസന്റേഷൻ, മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ഇത് മാനേജ് ചെയ്യാൻ, പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ട്. വിഷ്വൽ എയ്ഡ് ഫോർ
കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. കോൺഫറൻസ് ഒക്കെ നടക്കൂലേ, അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പവർ പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോൺഫറൻസ് വിഷ്വൽ എയ്ഡ്സ് ആയിട്ട് കോൺഫറൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വൽ എയ്ഡ്സ് കാണിക്കണമെങ്കിലും ഇതൊക്കെ നമുക്ക് പവർ പോയിന്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സെമിനാറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ പ്രസന്റ് ചെയ്യണ കണ്ടിട്ടില്ലേ, സ്ലൈഡുകളാണ്. ആ സ്ലൈഡിലേക്ക് ആക്കി നമുക്കപ്പോ വിഷ്വലി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞ ഓഡിയോ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുകയും ചെയ്യും. നമുക്ക് കുറച്ചും കൂടിയൊക്കെ നമുക്ക് എന്താ ക്ലിയർ ആയിരിക്കും, കുറച്ചും കൂടി ക്ലിയർ ആക്കി വെക്കാം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. PowerPoint is widely used in hospital for medical education and training programs. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് Microsoft PowerPoint is widely used in hospitals for medical education and training programs. Widely used in hospitals. Hospitals എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? Medical education and training program. It makes healthcare professionals able to create visually engaging presentation. അല്ലോ, നമ്മൾ അതെങ്ങനെ വെറുതെ വായിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഇപ്പൊ ഒരു പ്രസംഗമാണെങ്കിൽ നമ്മൾ വെറുതെ പ്രസംഗമൊക്കെ എത്ര നേരം നമുക്ക് കേട്ടിരിക്കാൻ പറ്റും അല്ലെ? ഇത് ഹെൽത്ത് പ്രൊഫഷണൽക്ക് അവർക്ക് വിഷ്വലി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് കാര്യങ്ങൾ പറഞ്ഞ് നേരെ അവർക്ക് അത് പ്രസന്റേഷനിലൂടെ കാണിച്ചു കൊടുക്കാനും പറ്റും. അപ്പൊ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. നമ്മൾ എപ്പോഴും തിയറി പ്രാക്ടിക്കൽ ഡിഫറൻസ് ആണല്ലോ. തിയറിയിൽ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ പ്രാക്ടിക്കൽ ഒരു പ്രാവശ്യം അതിനൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും അല്ലേ? ഇപ്പൊ നമ്മൾ എങ്ങനെയല്ലേ സിനിമയില് നമുക്ക് ശബ്ദരേഖ, ഇപ്പൊ അതൊന്നും അങ്ങനെ ആരും കേൾക്കില്ല. നേരത്തെ റേഡിയോയിലൊക്കെ ശബ്ദരേഖ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കേൾക്കുമ്പോ അത്ര ഉണ്ടാവില്ല. പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇതിലേക്ക് അത് ക്ലിക്ക് ചെയ്യും അല്ലെ? എപ്പോഴും നമ്മൾ കാഴ്ചയിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. കേൾക്കുന്നതിനേക്കാളും കണ്ട് മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്താണ് നല്ല രീതിയിൽ നമുക്ക് വിഷ്വലി അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. ടു ഗീവ് ലെക്ചേഴ്സ്, പ്രഭാഷണങ്ങള്, കണ്ടക്ട് വർക്ക്ഷോപ്സ് ആൻഡ് പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽ ടു സ്റ്റാഫ് മെമ്പേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസിന്, സ്റ്റാഫ് മെമ്പേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന് ഇതൊക്കെ ഒരു ടീച്ചിങ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ഈ ഏതാണ് PowerPoint-ലൂടെ പറ്റും. Provide teaching material to staff members, then medical students and patients. Okay, അതിന്റെ ഇനി ആപ്ലിക്കബിലിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പറ്റുന്നപോലെ നിങ്ങളൊന്ന് ഫോണിലൊക്കെ കയറി ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ആ സ്ക്രീനെങ്കിലും ഒന്ന് നോക്കി നമുക്ക് അതിനകത്ത് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നമുക്ക് പറ്റും പോലെ നിങ്ങൾ ചെയ്യാം. കുറച്ച് പേർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ബിനോയൊക്കെ ഇപ്പൊ തന്നെ കമ്പ്യൂട്ടറിലുണ്ട്. നമ്മള് കമ്പ്യൂട്ടറുമായിട്ട് കുറച്ചുകൂടിയൊക്കെ കുറച്ച് ഇതായിരിക്കും. എങ്കിലും നിങ്ങളാണെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് സെക്ഷനൊക്കെ എളുപ്പമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.